നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ശബ്ദം വരാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക? ഇതെന്താണ്? മൈക്ക്. പക്ഷെ പൊതുവെ നമ്മുടെ ഓഡിയൻസ് ആദ്യമായിട്ടായിരിക്കും നമ്മൾ മൈക്ക് കയ്യിൽ പിടിക്കുന്നതാണ്. പക്ഷെ അതിനൊരു കാരണമുണ്ട്, അതെ, നമ്മൾ പറഞ്ഞുതരാം. ഒന്നാമത് ഈ മൈക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതായത് ഇപ്പോൾ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, വ്ളോഗ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ ഈ പല ഫുഡ് വ്ളോഗേഴ്സ്, ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ അധികം ഒരു മൊബൈൽ ഗിംബലായിട്ടാണ് നടക്കാറുള്ളത്. ഒന്നാമതായിട്ട് പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ മൈക്കൊക്കെ വാങ്ങാൻ അഫോർഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ പ്രൊഫഷണൽ ഷൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മൈക്ക് വേണം. പക്ഷെ ഇതൊക്കെ നല്ല ക്വാളിറ്റി മൈക്സ് ആണല്ലേ. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് ക്വാളിറ്റി, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഈ വോയിസ് ഉണ്ടല്ലോ, നമ്മുടെ വോയിസിന് ചുറ്റുള്ള ഒരുപാട് നോയ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഈ ഒരു മൈക്കിനുള്ള പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അതെ, ഈ ഒരു മൈക്കിനുള്ള ആഡ് ഒന്നും അല്ല. നമ്മുടെ കോണ്ടന്റ് വളരെ സസ്പെൻസ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്, മൈക്കുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഈ മൈക്കുമായിട്ട് അല്ല, ഈ മൈക്കിന് പകരം നമുക്കിനി ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു മൈക്കിൻ്റെ അത്ര ക്വാളിറ്റി ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. മൈക്കിൻ്റെ ആ ഒരു സെയിം രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു മൈക്കിന്റെ എക്സാക്ട് ക്വാളിറ്റി മേ ബി അങ്ങനെ കിട്ടണമെന്നില്ല, പക്ഷെ അതൊരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ ഡോൾബി ഓൺ റെക്കോർഡ് ഓഡിയോ ആൻഡ് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് iOS-ലും കിട്ടും, അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ മൈക്ക് പിടിക്കുന്ന സ്ഥാനത്ത്, ഇപ്പോൾ നമ്മൾ ഒരു മൈക്ക് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന സ്ഥാനത്ത് ഈ മൈക്കിന് പകരം ആ ഒരു ആപ്ലിക്കേഷനിൽ അത് ഓൺ ആക്കിയതിന് ശേഷം ആ ഒരു കാര്യം എനാബിൾ ചെയ്തതിന് ശേഷം മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഫോൺ വെച്ചിട്ട് സംസാരിക്കാം. അതായത് ഇപ്പം നമ്മൾ പിടിക്കുന്നത് നമ്മുടെ ഈ മൈക്ക്, അവിടെ നമ്മൾ പിടിക്കുന്ന നമ്മുടെ മൈക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ, അതായത് സ്പീക്കറിന്റെ അടുത്തായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫോൺ പിടിക്കാം. ഫോൺ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യാം. ഇപ്പൊ എന്ത് ഷൂട്ടാണ്, ഇപ്പോൾ വ്ളോഗ് ഷൂട്ടാണെങ്കിലും പ്രസന്റേഷൻ ഷൂട്ടാണെങ്കിലും ലൈക്ക് എന്ത് ഷൂട്ടോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വോയിസ് പല സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അതിൻ്റെ പുറമെ നമുക്കിപ്പോൾ ചുറ്റോട് വരുന്ന, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു മൈക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറേ നോയ്സ് ഈ മൈക്ക് തന്നെ കട്ടാക്കും. പിന്നെ അതിൻ്റെ പുറമെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റേഴ്സും നോയ്സ് റിഡക്ഷൻ ചെയ്തിട്ട് ഒരുപാട് നോയ്സ് കട്ട് ചെയ്യും. ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോണിലെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് അതിലും നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വിച്ച് മീൻസ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് ഈ നോയ്സ് റിഡക്ഷൻ പോലത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പല സ്റ്റൈലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോഗ്രാഫർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു പ്രസന്റേഷൻ ഷൂട്ട് ലൈക്ക് എന്തോ ആയിക്കോട്ടെ, ശബ്ദമുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ന്യൂസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസും റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.